തിരുവനന്തപുരത്ത് മഴയെന്ന് പറഞ്ഞാൽ ഫുള്ള് മഴയാട്ടോ. ഈ ഡ്രസ്സിലെല്ലാം കുറച്ച് ഇതുണ്ട്. അപ്പൊ ഇന്ന് 18-ാം തീയതി ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം അല്ലേ ഏപ്രിൽ മാസം 18-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് 10 വർഷത്തിന് ശേഷം നമ്മുടെ UDF അധികാരം മെയ് ആണ്. മെയ്. അപ്പൊ മെയ് മാസം 18-ാം തീയതി UDF അധികാരത്തിൽ വരുവാണ്, സത്യപ്രതിജ്ഞ ചെയ്യുവാണ്. കേരളമാകെ നെട്ടിച്ച് 100 കൂടുതൽ സീറ്റൊക്കെ വാങ്ങിച്ച് ഞാൻ തന്നെ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ പേഴ്സണലി പറയാം, എനിക്കങ്ങനെ ഞാനൊരു ലെഫ്റ്റ് ചായ ഉള്ള ഒരാളാണ്. ബട്ട് ഈ VD സതീശൻ എന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് വന്ന പെട്ടെന്ന് പ്രതിപക്ഷ നേതാവായ ആളായതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ബട്ട് പുള്ളിക്കാരൻ ആളുകളെല്ലാവരെയും കയ്യിലെടുത്തു, ആളുകളുടെ ജനപ്രിയ ഒരു നേതാവ് പോലെ ആയി മാറി. അപ്പോൾ എനിക്ക് തന്നെ ഒരു ഇത് തോന്നി കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ, അദ്ദേഹം മാത്രമല്ല ബാക്കി എല്ലാ മന്ത്രിമാരും ഇന്ന് പ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന പരിപാടിയാണ്, സ്വിയറിംഗ് ഇൻ സെറമണിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ സമയം എത്രയാണ്? രാവിലെ സമയം 8 മണി എന്തോമാണ്. ഞാനിപ്പോൾ എണീറ്റ് നമ്മുടെ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് കേരളത്തിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പറ്റുമെങ്കിൽ നമ്മുടെ ഇന്നൊന്നും നടക്കില്ല, ടൂറിസം മന്ത്രിയെ കാണണമെന്നുണ്ട്. ടൂറിസത്തിൻ്റെത് നമ്മുടെ ആരായിരുന്നു ടൂറിസത്തിൻ്റെ, നമ്മുടെ കുണ്ടറേന്ന് ജയിച്ച MLA ആണെന്ന് തോന്നുന്നു. അദ്ദേഹമാണോ എന്തോ കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്കൂട്ടറിൽ തന്നെ പോകണം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സ്വിയറിംഗ് ഇൻ സെറമണിയുടെ ഇൻവിറ്റേഷൻ്റെ ലെറ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് പാസ് തന്ന നമ്മുടെ ജർമ്മനിയിലുള്ള നമ്മുടെ KMCCയിലുള്ള ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തും പിന്നെ നമ്മുടെ അസീസ് സാഹിബ് പുള്ളിക്കാരൻ കോട്ടയത്താണ്. അപ്പോൾ അദ്ദേഹമാണ് കേട്ടോ ഇന്നലെ ഞാൻ തിരുവനന്തപുരം നമ്മുടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോയിട്ട് പുള്ളിക്കാരനെ വാങ്ങിച്ചു. അങ്ങനെ ഈ കാണുന്ന സംഭവമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്വിയറിംഗ് ഇൻ സെറമണിയുടെ എന്താ പറയുക, നമുക്ക് പാസ്. സത്യപ്രതിജ്ഞയ്ക്ക് എൻ്റെ കൂടെ കൂടാൻ വേണ്ടി മാത്രം എന്ത് കയ്യിൽ കൊണ്ടുവരണ? മൈക്കാ? നീ മൈക്കിന്റെ ഇതിലാണല്ലോ ഇട്ടെങ്കിൽ. ക്യാമറ തന്നെ അല്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അർജിത്ത് വന്നിട്ടുണ്ട്. അർജിത്ത് നേരെ ദുബായിന്ന്. എപ്പോ വന്നു ദുബായിന്ന്? മെയ് 1-ാം തീയതി വന്നല്ലേ? എന്നിട്ട് ഒരു വിളിക്കണ്ടേ? ഞാൻ തന്നെ വിളിക്കണം കേട്ടോ നിന്നെയൊക്കെ. വാ വണ്ടി ഇട്. നമ്മള് പേരുകളെ വയ്ക്കുകയാണ് കേട്ടോ. ഇനി നേരെ പോവാണ്, തിരക്കാണ്. പെട്ടെന്ന് പോ. കവടിയാറിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മൈക്ക് തുറന്നപ്പം ആമസോൺ കാട്ടിൽ വെള്ളത്തിൽ വീണ് എൻ്റെ മൈക്ക് അടിച്ചു പോയി കേട്ടോ. വർക്കാവല്ലതാ, എല്ലാം തുരുമ്പെടുത്ത പോലായി. മൈക്കൊന്നും വർക്കാവുന്നില്ല. അയ്യോ, വിഷമാവുന്നു. എല്ലാവരും വണ്ടി വെച്ചിട്ട് നടന്നു പോവാണ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമുക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് സ്കൂട്ടറിൽ വന്നത് തന്നെ. നമ്മുടെ പാളയത്തോട്ട് എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും സുരക്ഷാ സേനയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. അർജിത്ത്, എന്ത് തോന്നുന്നു നിനക്ക്? എന്ത് തോന്നുന്നു നമ്മുടെ പുതിയ മുഖ്യമന്ത്രി? ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പറയുന്നു, നടത്തിയാൽ മതിയായിരുന്നു. നടത്തിയാൽ നാട് നന്നായാൽ മതി. ആര് വന്നാലും നാട് നന്നായാൽ മതി. പക്ഷെ അവർക്ക് ചരിത്രപരമായിട്ടുള്ള നേട്ടമല്ലേ 10 വർഷത്തിന് ശേഷം UDF വന്നത്? ഉറപ്പായിട്ടും 10 വർഷത്തിന് ശേഷം വീണ്ടും എല്ലാ ഇത്രയും ആൾക്കാരുടെ പിന്നീട് അധികാരി വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ബ്ലോക്ക് കേട്ടോ, നല്ല ബ്ലോക്ക് ഇവിടെ. എന്തോരം നേരെ ചൊവ്വേ കാണാത്തവർക്ക് വേണ്ടി ഈ കാണുന്നത് നമ്മുടെ പാളയം പള്ളി, നമ്മുടെ ക്രിസ്ത്യൻ പള്ളി, ആ കാണുന്നത് നമ്മുടെ മുസ്ലിം പള്ളി പാളയം പള്ളി, ആ കാണുന്നത് നമ്മുടെ ക്ഷേത്രം. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അഹങ്കാരം. തിരുവനന്തപുരം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു തിരക്ക് കേട്ടോ. കുറേ നാൾക്ക് ശേഷം എല്ലാവരും വെള്ളയിട്ട്, അതിൻ്റെ കൂടെ ഞാനും വെള്ളയാണ് കേട്ടോ. അർജിത്ത് മാത്രം വെള്ളയിലല്ല. ഫുള്ള് തിരക്കാണല്ലോ നമ്മൾ പോകുന്ന ഭാഗത്ത് എല്ലായിടത്തും. എന്നെ കൊണ്ട് മുള്ളേലിയിൽ അവരെ അടിച്ചു. കുറച്ച് എവിടെ സ്ഥലം? മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണെന്ന് തോന്നുന്നത്. ആര് പോളിയാ? ആര് പോണ്? മുഖ്യമന്ത്രി
കാര്യമായിട്ട് അവിടെ സംഭവിക്കുന്നു. പിന്നെ എടുക്കണല്ലോ ഞാൻ. യൂട്യൂബർ ഉള്ളിലോട്ട് കയറാൻ തന്നെ എല്ലാവരും അടിയാട്ടോ. ഇവിടെ വന്നിട്ട് പൂവൊക്കെ പറിക്കണം കേട്ടോ.
അമ്മൂമ്മയൊക്കെ കയറി വന്നു കേട്ടോ. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി തളർന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇത്രയും വലിയൊരു പൊളിറ്റിക്കൽ ഗ്യാതറിങ്ങിന് പോകുന്നത്. സൈ എന്ന് പറഞ്ഞാൽ സൈ കേട്ടു. തിരക്കല്ലേ? അമ്മ ഇവിടെ ഇത്രയ്ക്ക് ആളുകളാട്ടോ, ഫുള്ള് തിരക്ക്. എൻ്റെ അമ്മ ഞാൻ അവസ്ഥയെന്ന് പറഞ്ഞ അവസ്ഥ കേട്ടോ, അവസ്ഥ എന്ന് പറഞ്ഞ അവസ്ഥയായി തകർന്ന്. അർജിത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ തുണി ഇതെല്ലാം പച്ചയായി കേട്ടോ, പച്ചയായി. മുസ്ലിം ലീഗിൻ്റെ പച്ചയായി, അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പച്ചയായിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ പ്രോഗ്രാം എല്ലാം ഇവിടെ കഴിഞ്ഞു കേട്ടോ. എല്ലാ മന്ത്രിമാരും പോയി. എനിക്ക് നമ്മുടെ വിശ്വനാഥ് ടൂറിസം മന്ത്രിയെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു. പോവാം വാ. കുറച്ച് സൂര്യ വിളിച്ച് കിട്ടി കേട്ടോ, പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റി. അങ്ങനെ അവസാനം കഷ്ടിച്ച് സ്റ്റേജിൽ നിന്നൊക്കെ പുറത്തോട്ട് ഇറങ്ങി. MLA-മാരും MP-മാരും മന്ത്രിമാരൊക്കെ പോവുകയാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗമായിരുന്നു നമ്മുടെ സ്റ്റേജ് വന്നിരുന്നത്. ഇവിടെയാണ് കേട്ടോ, നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തായിരുന്നു പരിപാടി നടന്നത്. ഉണങ്ങിയിട്ട് പോവാല്ലേ, അതാണ് നല്ലത്. അങ്ങനെ സത്യപ്രതിജ്ഞയുടെ ഇടയിൽ തിരിഞ്ഞ് പറഞ്ഞ് ചത്തില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അവസാനം വീട്ടിലെത്തി കേട്ടോ, നാട്ടിലെത്തി. ഇതിൻ്റെ ഇടയിൽ എൻ്റെ മാൾട്ടയിൽ ഞാൻ പോയപ്പോൾ പരിചയപ്പെട്ട ഒരു മലയാളി, അവരും അവരുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് മലപ്പുറത്ത് നിന്ന് അങ്ങ് വന്നു. പിന്നെ നമ്മൾ തിരുവനന്തപുരം സംസ്ഥാനത്തിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. MLA ഹായ്. MLA-യുടെ കടയിൽ വന്ന് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഒരു സമാധാനം വന്നത് കുടിച്ചതിന് ശേഷം. ഹരി സോഡ. അതിന് കുറച്ചിട്ടും വീട്ടിലൊക്കെ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാൾട്ടയിൽ നിന്ന് പരിചയപ്പെട്ട ഒരു മലയാളി, പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അവർ വീട്ടിൽ വന്നു. നമ്മളിനി തിരിച്ച് സിറ്റിയിലോട്ട് പോവാണ്. ഹായ് ബ്രോ, നമസ്കാരം. പേരെന്താ? ഷാദ്. ജാബിർ ബ്രോനെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. നമ്മൾ മാൾട്ടയിൽ ഒരുമിച്ച്. അർജിത്ത് ബ്രോന്റെ പേര്? ഷിഫിൽ. നിങ്ങൾ എവിടെയാ സ്ഥലം? തിരൂർ. നമ്മുടെ നാട് ഇഷ്ടപ്പെട്ടോ? നിങ്ങളെ നാട്ടിൽ എത്ര വരാമെന്തോ. എന്താ വീട് ഒരു 10-20 മിനിറ്റ്, ഒരു അരമണിക്കൂർ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് സിറ്റിയിലോട്ട് പോവാണ്. പൊന്മുടി ഭാഗത്തോട്ടോ വല്ലോ പോകണമെന്നുണ്ടായിരുന്നു. എൻ്റെ പ്രൈവറ്റ് വാട്ടർഫാളൊക്കെ കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് അതിനുള്ള സമയമില്ല. അപ്പോൾ എന്തായാലും സിറ്റിയിലോട്ട് പോവാണ്. ഇവരുടെ നാട്ടിലെ MLA ജോയ്, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനും അവരോട് പോവാണ് കേട്ടോ. അങ്ങനെ പാളയത്ത് വന്നിട്ട് ഇവിടെ നമ്മുടെ MLA ഹോസ്റ്റൽ കാണുന്നതാണ്. ഇവിടെ നമ്മുടെ സംസമിൽ വന്നിട്ട് ഇവിടെ ഒന്ന് ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.